ഞാൻ ഈ സൂപ്പർ മാർക്കറ്റ് അങ്ങ് വാങ്ങി എല്ലാവർക്കും എന്റെ ഒരു സർപ്രൈസ് ഉണ്ട്. ഹലോ, മിസ്റ്റർ ബീസ്റ്റ് വന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ ഇപ്പോൾ ഒരു മിസ്റ്റർ ബീസ്റ്റ് വീഡിയോയിലാണ്. നിങ്ങളിൽ ആരാണോ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഏറ്റവും അവസാനം ഇറങ്ങുന്നത്, അവർ $250,000 സ്വന്തമാക്കും. ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇവരാരും എന്റെ ഫ്രണ്ട്സ് അല്ല, സാധനം വാങ്ങാൻ വന്ന ആളുകളാണ്. അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ കാണുമെന്ന് ഉറപ്പാണ്. പോയി അവരോട് സംസാരിക്കാം. നിങ്ങൾ ഇപ്പോൾ ഒരു മിസ്റ്റർ ബീസ്റ്റ് വീഡിയോയിലാണ് ഉള്ളതെന്ന് അറിയാമോ? മിസ്റ്റർ എന്താണ്? $1 മില്യൺ വേണ്ടി നിങ്ങൾക്ക് എത്ര നേരം ഇവിടെ നിൽക്കാൻ പറ്റും? അവസാനത്തെ ആളാകുന്നത് വരെ. ഈ വർഷം അവസാനം എത്ര കാലം വേണമെങ്കിലും നിൽക്കും. ആരാണ് മിസ്റ്റർ ബീസ്റ്റ്? നിന്റെ കോളേജ് കഴിഞ്ഞു, പക്ഷെ നിനക്ക് ജോലിയില്ല. ഓ, ഇവനെ പേടിക്കണം. സൂപ്പർ മാർക്കറ്റിലുള്ള ബാക്കിയുള്ളവർക്ക് ജോലിയുണ്ട്. ഞാനിപ്പോ പോയി ജോലിയിൽ കയറിയില്ലെങ്കിൽ ഇത് കഴിയുമ്പോ ജോലി ഉണ്ടാവില്ല. പക്ഷെ ഞാൻ തീരുമാനം എടുത്തു, അതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ. ഈ നിൽക്കുന്നതാണ് എന്റെ മാനേജർ. ഓ, നമുക്ക് സംസാരിക്കാം അവരോട്. നിങ്ങൾ ഇവർക്ക് ജയിക്കാൻ ഒരു ചാൻസ് കൊടുക്കില്ലേ? അവളെന്തായാലും ജോലിക്ക് വന്നേ പറ്റൂ. അതുകൊണ്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്കും അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചവർക്കും വേണ്ടി നിങ്ങൾ പോവുകയാണോ അതോ മത്സരിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല, ഞാൻ എന്തായാലും മത്സരിക്കാനുണ്ടാവില്ല. ഓക്കെ, അപ്പോ പെട്ടെന്ന് ട്രോളി നിറച്ചോളൂ. നിങ്ങളുടെ സാധനങ്ങളെല്ലാം ഫ്രീ ആണ്. എന്റെ ദൈവമേ, ഈ ഫ്രീ സാധനങ്ങൾ എൻജോയ് ചെയ്തോളൂ. നമ്മുടെ ആദ്യത്തെ ആൾ പുറത്തിറങ്ങി. സാധനങ്ങൾ ഫ്രീ ആണെന്ന് അറിഞ്ഞതോടെ ഒരുപാട് പേര് ഇറങ്ങിപ്പോയി. ആ റെഡ് ലൈൻ ഒന്ന് ചവിട്ടിയാൽ മതി, നിങ്ങൾ പുറത്താണ്. ഓക്കെ, അവർ എലിമിനേറ്റ് ആയി. അവര് കൂട്ടത്തോടെ പുറത്തു പോവുകയാണ്. പക്ഷേ ബാക്കിയുള്ളവർക്ക് പറ്റുന്നത്ര അവശ്യ സാധനങ്ങൾ സംഘടിപ്പിക്കലാണ് ആദ്യത്തെ സ്ട്രാറ്റജി. ഞങ്ങൾക്കൊരു വീടുണ്ട്. അത് ഞങ്ങളുടെയാണ്. ഞാൻ വീട് സെറ്റ് ചെയ്യാൻ തുടങ്ങി. 2 ബെഡ്റൂമും കുറച്ച് പേർക്ക് കിടക്കാൻ റൂമും കിട്ടുന്നു വിചാരിക്കുന്നു. ഒരു ദിവസമേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും എല്ലാവരും അലയൻസ് ആയി തുടങ്ങി. നിങ്ങൾ 4 പേരും ഒരു അലയൻസിലാണോ? ഞാൻ നിന്നെ വിടില്ല, നീ എന്നെ വിടരുത്. നമ്മളൊരു ടീമായി നിന്നാ നമുക്ക് എന്ത് ചെയ്യാം. സൂപ്പർ മാർക്കറ്റിൽ എല്ലായിടത്തും കോട്ടകൾ പണിയപ്പെട്ടു. പിന്നിലുള്ള ആളുകൾ ശരിക്കും ഒരു കോട്ട തന്നെ ഉണ്ടാക്കി. അവരതിനെ ഫോർട്ട് ഫ്രീസി എന്നാണ് വിളിക്കുന്നത്, കാരണം അത് ഫ്രീസറുകൾക്ക് അടുത്താണ്. ഇതാണ് ഞങ്ങളുടെ ഹൈടെക് സെക്യൂരിറ്റി സിസ്റ്റം. ആരെങ്കിലും ഉള്ളിൽ കിടക്കാൻ നോക്കിയാ ഇത് മാറ്റേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ഉണരും. ഞങ്ങളുടെ ബെഡ് സെറ്റായി, അലയൻസുമായി. അപ്പുറത്തെ ഗ്രൂപ്പ് ഇപ്പൊ തന്നെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതെങ്ങനെ നടത്തുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. ഈ സൂപ്പർ മാർക്കറ്റ് ഞാൻ വാങ്ങിയ ഉടനെ എല്ലാ സാധനങ്ങൾക്കും ഞാൻ 50% ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചു. 50% ഓഫിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തി. സൂപ്പർ മാർക്കറ്റിലെ ആദ്യത്തെ രാത്രി ആയപ്പോഴേക്കും ഇവിടെ കഴിയുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. ഐഫോൺ ചാർജർ തരാനുണ്ടോ? $10 തരാം. ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടുമായി ഫേസ് ടൈം ചെയ്യുമോ? അതിന്റെ ഫോണിൽ ഇപ്പൊ 20% ചാർജേ ഉള്ളൂ. ചാർജ് തീർന്നു. ഈ സൂപ്പർ മാർക്കറ്റിൽ ചാർജർ ഒന്നുമില്ല. പുള്ളി പറഞ്ഞത് ശരിയാ. ഈ സൂപ്പർ മാർക്കറ്റിലുള്ള എന്ത് ഉപയോഗിക്കാൻ കണ്ടസ്റ്റന്റ്സിന് അനുവാദം ഉണ്ടായിരുന്നു. സ്ലീപ്പിംഗ് ബാഗ് കിട്ടിയോ? അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കണമോ എന്നുള്ളത് അവരുടെ തീരുമാനമായിരുന്നു. ആർക്ക് വേണമെങ്കിലും വന്ന് സാധനങ്ങൾ എടുക്കാം. ഇതൊരു യുദ്ധമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ എല്ലാവർക്കും സൂപ്പർ മാർക്കറ്റിൽ നല്ലൊരു ആദ്യ രാത്രി ആശംസിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒഫീഷ്യലി 33 പേരാണ് ബാക്കിയുള്ളത്. ഗുഡ് ലക്ക്. എല്ലാവരും നന്നായി ഉറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇതുവരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈ മത്സരാർത്ഥികൾ ഇവിടെ കഴിയാൻ പോകുന്ന മാസങ്ങളിൽ അവർ പരസ്പരം അവരുടെ കോട്ടകൾ തകർക്കും. അവരെന്തേ കാണിക്കുന്നത്? മറ്റുള്ളവരുടെ ഉറക്കം നശിപ്പിക്കും. ഇന്ന് രാത്രിയെല്ലാം സീനാക്കാൻ പോവാ. അതിനുവേണ്ടി അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തിരിച്ചടി ഞാൻ തരും. ഈ കളിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കാര്യമായിട്ടാണ് അവർക്ക് എത്ര നേരം വേണമെങ്കിലും ഈ വീഡിയോ നീട്ടിക്കൊണ്ടു പോകാം. ഇന്നലെ രാത്രി കൊണ്ട് ഫോർട്ട് ഫ്രീസി ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. ഈ മീറ്റ് മൊത്തം എടുക്കാൻ അവർ നിങ്ങളെ ശരിക്കും സമ്മതിക്കും? അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് പാർട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് റെഡിയാണ്. ഫോർട്ട് ഫ്രീസി മാത്രമായിരുന്നില്ല ഇവിടെ വികസിച്ചുകൊണ്ടിരുന്നത്. അവർ സൂപ്പർ മാർക്കറ്റിന്റെ പുറകിൽ മീറ്റ് സെക്ഷൻ എടുത്ത് ക്യാമ്പ് ചെയ്തപ്പോ മറ്റൊരു ടീം അവരുടെ ബേസിനെ ഒരു രസകരമായ സ്ഥലം കണ്ടെത്തി. ഈ ഒഴിഞ്ഞു കിടന്നിരുന്ന മാനേജറിന്റെ ഓഫീസ് കണ്ടതോടെ അവരത് അടിമുടി മാറ്റിമറിച്ചു. ഞങ്ങൾ ഈ റൂമിനുള്ളിൽ തന്നെ അടച്ചിരിക്കുകയാണ്. ഫ്രിഡ്ജും കാര്യങ്ങളും ഒക്കെ റെഡിയാണ്. ഒരു ഷോപ്പിംഗ് കാർട്ട് നിറയെ സാധനങ്ങളുണ്ട്. മാനേജറിന്റെ ഓഫീസിന് തൊട്ടടുത്തായി ഒരു അച്ഛനും മകനും മാത്രമുള്ള ഒരു അലയൻസ് ഉണ്ടായിരുന്നു. നിങ്ങളത് ജയിക്കണമെന്ന് നോക്കുന്നത് അതോ ഇവിടുന്ന് പോകേണ്ടി വരും? എനിക്ക് പോകേണ്ടി വരും. എനിക്ക് സ്കൂളുണ്ട്, ജോലിയുണ്ട്. ഡാഡിക്ക് ജോലി. ഞാൻ എന്റെ വെക്കേഷൻ എടുക്കാൻ തീരുമാനിച്ചു. കുറച്ച് നാൾ കൂടി ഉണ്ടാവും. പച്ചക്കറി വെച്ചിരിക്കുന്ന ഭാഗത്ത് ഇന്നോവേറ്റേഴ്സ് എന്ന് വിളിച്ചിരുന്ന മറ്റൊരു ടീമും ഉണ്ടായിരുന്നു. അതിലൊരംഗം ഗർഭിണിയായിരിക്കെയാണ് ഈ ചാലഞ്ചിൽ പങ്കെടുക്കുന്നത്. 11 ആഴ്ച കഴിഞ്ഞു. അപ്പോ ആദ്യത്തെ ബീസ് ബേബി ആയിരിക്കും ഇത്. അതുപോലെ മറ്റു റാക്കുകൾക്കിടയിലായി വേറെയും ടീമുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടി നിൽക്കുകയാണല്ലോ. കണ്ടിട്ട് ഒരു സോംബി അപ്പോക്കലിപ്സ് പോലെ തോന്നുന്നു. അതെ, ഞങ്ങളുടെ സെറ്റാണ്. ഞങ്ങൾ റെഡിയാണ്. മെത്തിക്കൽ മോർണിംഗ് ഷോപ്പേഴ്സ്. $2.5 മുന്നിലുള്ളത്. ഒരാഴ്ചയെങ്കിലും നിൽക്കാൻ നിനക്ക് ഉദ്ദേശമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോകുന്നതാണ് നല്ലത്. ഓക്കെ, ബൈ ബൈ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. 3 ദിവസം നേരം വെളുത്തപ്പോഴേക്കും ആളുകൾ സൂപ്പർ മാർക്കറ്റിൽ കിടന്നുറങ്ങാനുള്ള പല വഴികളും കണ്ടുപിടിച്ചു തുടങ്ങി. കൊള്ളാം, ഇവരിവിടെ 2 ബെഡ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് സ്മാർട്ടാണ്. നീ ഷെൽഫിലാണോ കിടന്നുറങ്ങുന്നത്? അതെ, ഈ ബെഡ് എന്റെ സ്വന്തം തന്നെയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഉറക്കത്തിന്റെ അവസ്ഥ. ഇവിടുത്തെ സെറ്റപ്പ് ശരിക്കും പൊളിയാണ്. ഇതില് നിറയെ ടിഷ്യൂ ആണ്. നല്ലൊരു തലയണയാണ്. അപ്പുറത്തെ പിള്ളേര് ബെഡ് ഷെയർ ചെയ്യുന്നില്ലല്ലേ? നിങ്ങളെ ചെയറിലിരുത്തിയാണോ ഉറക്കുന്നത്? അതെ അതെ സർ. വാവ്. എന്നാൽ ചിലർക്ക് ഇവിടെ ഒരു രാത്രി കൂടെ ഉറങ്ങാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയായിരുന്നു.
ഇന്നലെ രാത്രി നല്ല തണുപ്പായിരുന്നു. എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഇത് സീനാണ്, ശരിക്കും സീനാണ്. എനിക്കൊന്ന് വീട്ടിൽ പോയാൽ മതി. ശരിക്കും ഈ സൂപ്പർ മാർക്കറ്റിൽ ജീവിക്കണമെങ്കിൽ ആക്റ്റീവ് ആയിരിക്കണമെന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങി. വർക്കൗട്ട് തുടങ്ങാൻ റെഡിയാണോ? ഇവിടെ വർക്ക്ഔട്ട് സ്റ്റേഷൻ സെറ്റാണ്. ഇതാണ് ബെഞ്ച്. ഞങ്ങൾ ഇതിലാണ് ബെഞ്ച് പ്രസ് ചെയ്യുന്നത്. ഓക്കെ, കാണിച്ചു കൊടുക്കുന്ന നോലൻ. വാവ്, ഇത് ശരിക്കും വർക്ക് ആകുന്നുണ്ട്. തങ്ങൾക്ക് ചുറ്റുമുള്ള സ്ഥലവും അവിടുത്തെ സാധനങ്ങളും ആക്റ്റീവ് ആയിരിക്കാൻ വേണ്ടി അവർ പരമാവധി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പണവും കൊണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പുതിയൊരു ബോഡിയും കൊണ്ട് ഇറങ്ങും. പക്ഷെ അവരിവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കുളിക്കാനുള്ള വഴിയും കണ്ടെത്തേണ്ടി വരും. ഇവിടെ ഷവർ സെറ്റ് ആക്കിയെന്ന് കേട്ടല്ലോ. അത് ഈ വാതിലിന്റെ തൊട്ടുപുറകിൽ തന്നെ. ഓ, അതെ, ഇതിനുള്ളിൽ ഇവിടെ സ്റ്റീമി തന്നെ ആണല്ലോ. ഉണ്ട്. ഞങ്ങൾ ഈ ഹോസ് ദാ ഇവിടെ ഇങ്ങനെ തൂക്കിയിടും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഷവർ. ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ തൂക്കിയിടുവോ? ഹോം അവേ ഫ്രം ഹോം. വാവ്, ഇപ്പോൾ 4-ാം ദിവസമായി അവസാനത്തെ ആളുടെ ഫോണും ഓഫായി. വീട്ടുകാരവരെ മിസ് ചെയ്ത് തുടങ്ങിയിരുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ ഗ്ലാസ്സിലൂടെ കൈവീശി ഒന്ന് കാണിക്കാൻ അവർ സൂപ്പർ മാർക്കറ്റിന്റെ മുൻഭാഗത്തേക്ക് വന്നു തുടങ്ങി. നിങ്ങളുടെ ബോയ് ഫ്രണ്ട്സ് അകത്തുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുമോ? ഒരു ദിവസം ഇടവിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങൾക്ക് ജനാലിലൂടെ ഇങ്ങനെ നോക്കി നിൽക്കാം. എന്നാൽ ചിലർ അവരുടെ ലക്ഷ്യം മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ ബേസ് ഔട്ട് എങ്ങോട്ടും പോകില്ല. ചിലപ്പോൾ ഓവർ പ്രൊട്ടക്റ്റീവ് ആയി തോന്നാം. പക്ഷെ $2.5 ലക്ഷം കാര്യമാകുമ്പോൾ ഞാൻ എത്ര വേണമെങ്കിലും ഓവർ പ്രൊട്ടക്റ്റീവ് ആകും. വേറെ 4 ദിവസമായിട്ടുള്ളൂ, അപ്പോഴേക്കും പകുതിയിലധികം പേരും പോയി. എനിക്ക് ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്നും ഇങ്ങനെ തന്നെയായിരിക്കും ഉറങ്ങുക. പക്ഷെ ഒരാൾക്ക് മാത്രമേ ഈ മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് 5-ാം ദിവസം രാത്രി സേവിയൻ രഹസ്യമായി ഡ്രീം ടീമിന്റെ കോട്ടയ്ക്കുള്ളിൽ കടന്നു. ഒരാൾ കിടക്കിയായി യൂസ് ചെയ്തിരുന്ന പൂൾ ഫ്ലോട്ടി കുത്തി പൊട്ടിച്ചു. അവരിത് ഉടനെ തന്നെ കണ്ടുപിടിച്ചു. അയ്യോ, ഇവിടെ വന്ന് ഫ്ലോട്ടുകൾ കുത്തിപ്പൊട്ടിക്കുന്നത് ക്യൂട്ട് ആണെന്നാ ചിലരുടെയൊക്കെ വിചാരം. ഇതാ ഞങ്ങളിപ്പോൾ ഇത് ഒട്ടിക്കാൻ നോക്കുകയാണ്. ഡ്യൂഡ്, അവരെന്റെ സ്ലോത്തിനെ നശിപ്പിച്ചു. വെജിറ്റബിൾ സെക്ഷനിൽ ഉണ്ടായിരുന്ന ജോഷ് ഈ പൂൾ ഫ്ലോട്ടുകൾ നശിപ്പിക്കുന്നത് കൃത്യമായി കാണുന്നുണ്ടായിരുന്നു. അത് ചെയ്തത് ആരാണെന്ന് അവർ അപ്പോൾ തന്നെ ഗണ്ണറെ അറിയിച്ചു. എന്റെ ഫ്ലോട്ട് പൊട്ടിപ്പോയി. പച്ച ജംപ് സ്യൂട്ട് ഇട്ട ഒരു ചെറിയവൻ വന്ന് വെറുതെ ഫ്ലോട്ടുകൾ കുത്തിപ്പൊട്ടുകയാണെന്ന് അറിയാൻ സാധിച്ചു. ജോഷ് തന്നെ ഒറ്റയെന്ന് മനസ്സിലാക്കിയതോടെ സേവിയൻ തന്റെ ശ്രദ്ധ വെജിറ്റബിൾ സെക്ഷനിലേക്ക് തിരിച്ചു. സോറി ഉണ്ട്. എല്ലാവരും ഇന്ന് രാത്രി ഉറങ്ങാതിരുന്നാലോ? ഇന്ന് രാത്രി എല്ലാവർക്കും ഉറങ്ങാതിരിക്കാം. ആരും ഉറങ്ങണ്ട. ഒന്ന് എന്നെ നിർത്തോ? തൊടരുത്. എന്നെ തൊടരുത്. ഞാൻ തൊടുന്നില്ല. എന്നെ തൊടരുത്. പറഞ്ഞത് എന്നെ തൊടരുത്. കേൾക്ക്. നിനക്ക് പ്രായമായില്ലേ? നിനക്ക് ഇതിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതനുസരിച്ച് നീ ഒരു പെരുമാറണം. കുട്ടിയാണോ? അതനുസരിച്ച് നീ ഒരു പെരുമാറാൻ കുട്ടിയാണോ? നോക്ക്. ഇപ്പോൾ ആരാണ് കുട്ടിയെ പോലെ പിന്നീട് പെരുമാറുന്നത്? സേവിയൻ ചെയ്തത് അറിഞ്ഞപ്പോൾ മറ്റുള്ളവർ അവന്റെ ബേസിൽ ചെന്ന് തിരിച്ചടിച്ചു. അയ്യോ വേണ്ട. അപ്പൊ ഇങ്ങനെയൊക്കെയാണല്ലേ? അതെ, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കും ഒരു ധാരണയില്ലായിരുന്നു. ഒരു സീൻ സംഭവം നടന്നു. സെയിൽസ് ഫ്ലോറിലാകെ ബഹളമായിരുന്നു. അത് കണ്ടോ? ഒരു കുട്ടി ചെയ്യുന്ന പണിയാണിത്. ഒരു മത്സരത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ മനസ്സ് അതിൽ തന്നെ വേണം. സത്യം പറഞ്ഞ ഞാൻ ഇനി നിന്നാലും എന്റെ മനസ്സ് ഇവിടെ ഉണ്ടാകില്ല. എന്നാൽ ഇന്നോവേറ്റേഴ്സ് മാത്രമല്ല ഇതിന്റെ ഫലം അനുഭവിച്ചത്. മിൽക്ക് സെക്ഷനിൽ ഉണ്ടായിരുന്ന ഡ്രീം ടീം എന്ന് സ്വയം വിളിക്കുന്ന ടീമിലെ ഒരു അംഗത്തെയാണ് ഈ ലഹള ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഇവിടെ കാര്യങ്ങള് കൈവിട്ടു പോകാൻ തുടങ്ങിയാണ്. എനിക്ക് പോകാൻ സമയമായി. ഓക്കെ ബ്രോ. അവൻതാ പോയി. സേവിയൻ ഒരു പൂൾ ഫ്ലോട്ടിംഗ് കുത്തി പൊട്ടിച്ചതിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കലായിരുന്നോ നിന്റെ ഉദ്ദേശം? പ്ലാൻ ചെയ്തുള്ള പ്രശ്നം. പക്ഷെ അത് ശരിക്കും പറയുകയാണെങ്കിൽ പ്ലാൻ ചെയ്തതായിരുന്നില്ല. കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലായിരുന്നു. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കുറച്ച് ടെൻഷനും. ഒരു ലഹള കഴിഞ്ഞ ഒരു ദിവസം മുഴുവൻ വിശ്രമിച്ചതോടെ സൂപ്പർ മാർക്കറ്റ് വീണ്ടും ശാന്തമായി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കാര്യങ്ങൾ ശാന്തമാകാൻ ഒരു കാരണം ഹാരിയും സെലസ്റ്റീനുമായിരുന്നു. അവർ ഒരു വിധത്തിൽ അവിടുത്തെ രക്ഷിതാക്കളെ പോലെയായിരുന്നു. ഞാൻ ഈ ചെറുപ്പക്കാരുടെ കൂടെ വർക്കൗട്ട് ചെയ്ത് ചെയ്യുള്ളത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കമ്പനിയായി. അവളെ മായെന്ന് എന്നെ പോപ്പ് സത്യം പറയുകയാണെങ്കിൽ ലൈഫ് ലോങ് ഫ്രണ്ടിനെ കിട്ടി. അതെ. ഹാരി സ്വന്തമായി എഴുതിയ പാട്ടുകൾ കേൾക്കാൻ എല്ലാവരും ഒരുമിച്ച് കൂടുക പോലും ചെയ്തു. ഇതൊരു പഴയ പാട്ടാണ്. I love you. Baby, 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 baby. I love you. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളുടെ അടുത്തേക്ക് തിരിച്ചു പോകാം. അതെ. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞങ്ങൾ ഇവിടെയുള്ള സമയം ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. നിങ്ങൾ എല്ലാരും മിസ് ചെയ്യും. പണം എനിക്ക് ആവശ്യത്തിലധികമുണ്ട്. പക്ഷേ നിങ്ങൾ ഇവിടുന്ന് പോകാൻ വിചാരിക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. ഞാൻ ഇവിടുന്ന് പോവാണ്. ഓ, നിങ്ങൾ പോവാണോ? അതെ. കാരണം എന്താന്ന് പറ. ഞാനിപ്പോ 3 മാസം പ്രഗ്നന്റാ. വീട്ടിൽ എനിക്ക് 3 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്, പിന്നെ ഹസ്ബൻഡും ഉണ്ട്. ഇതാണ് നമ്മുടെ ബേബി മാമ. ബേബി മാമ. ഗർഭിണിയായ സ്ത്രീക്കും വയസ്സായ ദമ്പതികൾക്കും സമാധാനമായി ഉറങ്ങാൻ എല്ലാവരും സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. എന്നാൽ അവർ പോയതോടെ മാനേജർ ഓഫീസിലെ ആ ടീം മര്യാദ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ പുലർച്ചെ 3 മണിയാണ് കൂട്ടുകാരെ. നമുക്കൊന്ന് ആഘോഷിച്ചാലോ? ഹാരി ഇവിടുന്ന് പോയി.
ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരാഴ്ചയായി ഞങ്ങൾ ഇത് ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു. കൂട്ടുകാരെ, വെളുപ്പിന് 4 മണിയായി. നമുക്ക് കുറച്ച് ബഹളമുണ്ടാക്കാം മക്കളെ. ഓക്കെ ഗാങ്, ഞാൻ പോവുകയാണ് ഗായ്. പക്ഷേ അവർ ഒരു എലിമിനേഷനിൽ നിർത്തിയില്ല. അവർ പോകുന്നവരെ എല്ലാ രാത്രിയും നമുക്കിത് ചെയ്യേണ്ടി വരും. ഇന്ന് രാത്രി നിങ്ങൾ കുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ആഴ്ചയുടെ ബാക്കിയുള്ള എല്ലാ ദിവസവും ഇതേ അവസ്ഥയായിരിക്കും എന്ന് എനിക്ക് നിങ്ങൾ ഉറപ്പ് തരാൻ പറ്റും. ഞങ്ങൾ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾക്ക് പോകാനുള്ള ചാൻസ് ആണ്. നിങ്ങൾ ഇപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൽ ഇരുന്ന് വെറുതെ സമയം കളയുകയാണ്. എനിക്ക് ജോലിയൊന്നുമില്ല. നിർത്താതെയുള്ള ശബ്ദം എല്ലാവരെയും ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് റോബിയുടെ ഒരു താല്പര്യമില്ല. ഇനി ആരുടെയും കൂടെ ഒന്നിനും കൂടാനും താല്പര്യമില്ല. എല്ലാവരെയും കൊണ്ട് ശരിക്കും മടുത്തു. ടിനോയുടെ ക്ഷമ നശിക്കാൻ അത് ധാരാളമായിരുന്നു. അവൻ പോയതോടെ ടിനോയുടെ എലിമിനേഷൻ ഫോർട്ട് ഫ്രീസിയും ഡ്രീം ടീമും ഒന്നിക്കാൻ കാരണമായി. അങ്ങനെ അതൊരു അൾട്ടിമേറ്റ് ബോയ്സ് ക്ലബായി മാറി. ഫ്രീസി ബോയ്സും ഡ്രീം ടീമും ഞങ്ങളിപ്പോ ഒന്നിച്ചാണ്. എനിക്കത് ആർക്കും തടയാൻ കഴിയാത്ത ഒരു ശക്തിയായി തോന്നി. $250K കൊണ്ട് ഞാൻ പുറത്തു വരും. എനിക്ക് ജയിക്കണം. വെറുതെ ഇറങ്ങി പോകാൻ വേണ്ടിയല്ല ഞാനിവിടെ പക്ഷെ അത് വിചാരിച്ച പോലെ നടന്നില്ല. ബാക്കിൽ ആഘോഷമാണ്. ജോഷ്, നിന്റെ കാല്. എന്റെ തന്നെ മണ്ടത്തരം കൊണ്ട് പറ്റിയതാണ്. എനിക്ക് ഉറങ്ങാൻ സമയം. രാത്രി ആയതോടെ ബഹളമുണ്ടാക്കുന്നവരുടെ പണി തുടങ്ങി. ഇന്ന് രാത്രി സീനായിരിക്കും എഡിൻ. നീ റെഡിയാണോ? ഉറക്കമില്ല. എഴുന്നേക്ക്. തുടങ്ങി. ആ പിശാച് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അവർക്ക് എങ്ങനെയെങ്കിലും ആളുകളെ ഇവിടുന്ന് പുറത്താക്കും. ഞാൻ ഇനി അങ്ങോട്ട് ഇവിടെ നിൽക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ്. സോറി, എനിക്ക് ഇനി സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഇത്രയും ബഹളമുണ്ടാക്കിയതിന് പ്രതീക്ഷിക്കാത്ത ഒരു ഫലമുണ്ടായിരുന്നു. ഈ ബഹളത്തിനിടയിലും ഹുവാൻ എങ്ങനെയോ ഉറങ്ങി. അതുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് അവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാൻ തീരുമാനിച്ചു. ഓന്റെ ഉറക്കം വേറെ രീതിയിലാണ്. അയ്യോ, മതി. ബോള് വേണ്ടേ? എന്തൊരു ശബ്ദം അല്ലേ? എന്തിനാ? ഇതുവരെ ഹുവാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് ഇത് അയാളുടെ സ്ട്രാറ്റജിയാണോ അതോ ബോറടിച്ചിട്ടാണോ എന്ന് ആർക്കും മനസ്സിലായില്ല. അവൻ നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്യാണോ? വേറെ ഒരു കാര്യമില്ല. ആരോ ഇയാളുടെ കലിപ്പിലാണെന്ന് തോന്നുന്നു. ഒന്നും മിണ്ടാതിരി. ഗുഡ് മോർണിംഗ്. ബഹളമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പുറത്തെ ജീവിതം തങ്ങളെ കാത്തു നിൽക്കുന്നില്ല എന്ന സത്യം എല്ലാവരെയും ഒരുപോലെ ബാധിച്ചു. മോന്റെ അടുത്തേക്ക് പോയാൽ നിനക്ക് വിഷമമൊന്നും തോന്നില്ല? ഇതൊരു വലിയ തുക തന്നെയാ. എന്നാലും എന്തൊക്കെയോ മിസ് ചെയ്യുന്ന പോലെ തോന്നുന്നു. ഇവിടെ കഴിയുന്ന ഓരോ ദിവസവും ഞാൻ അവരെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം കൂടുമ്പോഴും എന്റെ കുറ്റബോധം കൂടിക്കൊണ്ടിരിക്കുക. മക്കൾക്കൊപ്പമുള്ള സമയം നഷ്ടപ്പെടുത്തുന്നതാണ് ഈ മത്സരത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഹുവാൻ തന്റെ മകനെ വീട്ടിലേക്ക് അയച്ചപ്പോൾ അവന് പോണം. ഞാൻ ഉടനെ തന്നെ പോകും. എനിക്കത് വിശ്വസിക്കാനായില്ല. അവന് സ്കൂളിൽ പോണം. കുടുംബത്തിന് വേണ്ടി എന്നും ചെയ്യാൻ വേണ്ടി അയാൾ തയ്യാറായിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു അത്. ഇതൊരു വലിയ തുകയാണെന്നറിയാം, പക്ഷെ അവന് സ്കൂളിൽ പോയേ പറ്റും. ലവ് യു. ഞാൻ അവനെ മിസ് ചെയ്യും. എല്ലാവരും മിസ് ചെയ്യും. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. നീ ഇതാണ് പറഞ്ഞത്. നീ ഇത് തന്നെയാണ് പറഞ്ഞത്. കാരണം ഈ അലയൻസുകളെല്ലാം ഇവിടെ പിടിച്ചു നിൽക്കാൻ വളരെയധികം ആശ്രയിക്കുന്നുണ്ടായിരുന്നു. വലിയ കമ്മ്യൂണിറ്റി തന്നെ ഇവിടെ രൂപപ്പെടുന്നത് എനിക്ക് കാണാമായിരുന്നു. ചിക്കൻ സാൻഡ്വിച്ച് വേണോ? എന്നാൽ ഒരു മോശം വ്യക്തി മതി ഈ ഒരു വലിയ കമ്മ്യൂണിറ്റിയെ തകർക്കാൻ. ഞാൻ ഈ സൂപ്പർ മാർക്കറ്റ് നിർമ്മിച്ചപ്പോൾ ഭക്ഷണം പാകം ചെയ്യാനുള്ള ബർണറുകൾ പോലെയുള്ള ഉപയോഗപ്രദമായ സാധനങ്ങളും ബാസ്കറ്റ് ബോൾ ഹൂപ്പ് പോലെ ആളുകൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും ഒരുക്കിയിരുന്നു. അവരുടെ ഏക ആശ്വാസം അതായിരുന്നു. ബാസ്കറ്റ് ബോൾ കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പലരും ഇവിടുന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ അടിച്ചാൽ കൊള്ളുമെന്ന് ജാവേന് കൃത്യമായി അറിയാമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കുറെ നാളായി. ആ ബാസ്കറ്റ് ബോൾ എടുത്ത് എറിഞ്ഞു കളയാനായിരുന്നു എന്റെ ഒറിജിനൽ പ്ലാൻ. ആർക്കും ടെൻഷനില്ല, ആർക്കും പ്രശ്നമില്ല, സമാധാനം. പക്ഷേ എനിക്കിവിടെ ഒരു സീൻ ഉണ്ടാക്കണം. എനിക്ക് ഈ ഷോയിലെ സ്റ്റാർ ആവണം. അതുകൊണ്ട് ഞാൻ ഈ ബാസ്കറ്റ് ബോൾ റോബിയുടെ വേസ്റ്റ് ബിന്നിനുള്ളിൽ വെക്കാൻ പോവുകയാണ്. അവൻ അതവിടെ തിരഞ്ഞു നോക്കുകയാണെങ്കിൽ റോബി, അത് നിന്റെ. ബൈ. ആദ്യമായി അന്ന് രാവിലെ നല്ല ശാന്തമായിരുന്നു. എന്നാൽ എന്തോ നടക്കാൻ പോകുന്നുണ്ടോ എന്ന് അതിൽ നിന്നും വ്യക്തമായിരുന്നു. നീ ആ ബാസ്കറ്റ് ബോൾ കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല മച്ചാനെ. ആരോ നമ്മുടെ ബാസ്കറ്റ് ബോൾ തൂക്കി. അതിവിടെ എവിടെയുണ്ട്. ഞങ്ങൾ എന്തായാലും കണ്ടുപിടിക്കും. രാവിലെ എല്ലാവരുടെയും ഉറക്കം കളയുന്ന അതേ കാര്യം തന്നെയാണ് പകൽ നേരങ്ങളിൽ അവർക്കൊരു ആശ്വാസമായി മാറുന്നതെന്നത് രസകരമായ കാര്യമാണ്. ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അതില്ലാതെ അവർ ശരിക്കും വിഷമിക്കായിരുന്നു എന്നുള്ളത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ആ ബോൾ എടുത്തിട്ടില്ലല്ലോ? ഇല്ലല്ലോ അല്ലേ? ഉറക്കത്തിലായിരുന്നു. നിന്റെ കയ്യിൽ ബാസ്കറ്റ് ബോൾ ഉണ്ടോ? ഇല്ല. നിന്റെ കയ്യിൽ ബാസ്കറ്റ് ബോൾ ഇല്ല, എന്റെ കയ്യിലില്ല.
ഇത് ആരുടെ കയ്യിലാ? എന്നാൽ സേവിയൻ ഇപ്പോൾ സമാധാനമായിരുന്ന അലയൻസുകൾ തകരുന്നത് കാണാമായിരുന്നു. അതെവിടെയാണെന്ന് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ആയിക്കൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെ വിചാരിച്ചുകൊണ്ട്. ബാസ്കറ്റ് ബോൾ ആരും എടുത്തെന്ന് എനിക്കറിയാം. ആണോ? ആരാ? അവനത് ഡസ്റ്റ്ബിന്നിൽ ഇട്ടു. എന്നാൽ സേവിയൻ ബാസ്കറ്റ് ബോൾ എടുത്തെറിഞ്ഞപ്പോൾ അവൻ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഓട്ടമിനെ അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. അത് ഒരുമാതിരി പരിപാടിയായി പോയി. എല്ലാ ദിവസവും ഞങ്ങൾ കളിക്കുന്ന അവൻ കാണുന്നതല്ലേ. ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം ഈ ബാസ്കറ്റ് ബോൾ ആയിരുന്നു. നീ അവരോട് പറയൂ. ഞാൻ ഇപ്പൊ തന്നെ പറയും. ബാസ്കറ്റ് ബോൾ പോയി, വേസ്റ്റ് ബിന്നും പോയി, സേ എടുത്തു കളഞ്ഞു. അവൻ എവിടെയുണ്ട്? സേ, ഒരു മിനിറ്റ്. സേ, നീ ഞങ്ങളുടെ ബാസ്കറ്റ് ബോൾ കളഞ്ഞു എന്ന് അവള് പറഞ്ഞു. ഞാൻ ബാസ്കറ്റ് ബോൾ കളഞ്ഞു എന്ന് ഓട്ടം പറഞ്ഞു. ഞാൻ കിടന്നുറങ്ങായിരുന്നു. നീ അത് വേസ്റ്റ് എടുക്കുന്നവരെ അടുത്തേക്ക് എറിയുന്നത് കണ്ടുവെന്ന് അവള് പറഞ്ഞു. അവർ വേസ്റ്റിന്റെ കൂടെ ആ ബോളും കൊണ്ടുപോയി. ഏത് വേസ്റ്റ് എടുക്കുന്ന ആളുകൾ? ആരും വേസ്റ്റ് കൊണ്ടുപോകുന്നത് തന്നെ ഞാൻ കണ്ടില്ല. നീ അത് ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല. നീ ചിലപ്പോ ചെയ്തിട്ടുണ്ടാവാന്നാ ഞാൻ പറഞ്ഞു. അതിൽ ചിലപ്പോഴൊന്നൊരു വാക്യം ഉണ്ടായിരുന്നില്ല. സേ അത് വേസ്റ്റ് ബിന്നിൽ ഇട്ടു എന്ന് നീ ഞാൻ ഉറപ്പിച്ചു. പേര് ഇതിലേക്ക് വലിച്ചഴക്കാനുണ്ടായ കാരണം എന്താന്ന് എനിക്കറിയണം. അത് നീ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു. അതെങ്ങനെ മണ്ടത്തരാവാ? മത്സരല്ലേ? അവളുടെ മുഖം ചുവന്നിട്ടുണ്ട്. കള്ളം പറഞ്ഞു പിടിക്കപ്പെട്ടവർക്ക് മനസ്സിലായി. ഇവിടെയുള്ള എല്ലാവരും സേ അടക്കം നിനക്ക് എതിരാണ്. അതിനെ കുറിച്ചൊന്നും പറയാതിരുന്നാ മതിയായിരുന്നു. ഞാനാണല്ലേ അപ്പൊ വില്ലൻ? തീർച്ചയായും. സേവിയൻ യഥാർത്ഥത്തിൽ കുടുക്കാൻ ശ്രമിച്ചത് റോബി ആണെങ്കിലും അവന്റെ പ്ലാനിലെ പാളിച്ച കാരണം മറ്റൊരാളാണ് കുടുങ്ങിയത്. അതവളെ പെട്ടെന്ന് തന്നെ ബാധിച്ചു തുടങ്ങി. ആരും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോ ഓട്ടം അവളുടെ കോർണറിലേക്ക് ഒതുങ്ങിക്കൂടി ഇരിക്കുകയാണ്. അതെ, സേവിയം പോലും. അവൾ അടുത്തേക്ക് വരുമ്പോഴെല്ലാം ഞാൻ ഒഴിഞ്ഞു മാറുന്നത് അവൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഇതുവരെ. ബ്രോ, നിനക്ക് ശരിക്കും എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്കൊന്നും ചെയ്യണ്ട. ഈ വീഡിയോ മത്സരാർത്ഥികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായി മാറുകയാണ്. ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം അടുത്ത 30 ദിവസത്തിനുള്ളിൽ കേടാകും. ഇന്നത്തോടെ ബ്രെഡും കേടായെന്നാ തോന്നുന്നു. ഓക്കെ, ആ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതാണ്. ഇതാണ് എന്റെ ബെഡ്. ഉറങ്ങാൻ പറ്റുന്ന. അതെ, ഞാൻ മിലിറ്ററിയിലായിരുന്നു. അവർ എന്നെ കുഴികളിലും ഒഴിഞ്ഞ ടെന്റുകളിലും കട്ടിലിന്റെ കമ്പികളിലും ഒക്കെയാണ് കിടത്തിയിരുന്നത്. ഇവരോട് മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഏഞ്ചലിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അവസാനം എല്ലാവരും സ്വന്തം കാര്യം മാത്രമേ നോക്കൂ. ഇതൊക്കെ നേരിടാൻ ഫ്രണ്ട്സ് കൂടെ ഉള്ളത് ഒരു ആശ്വാസം. സമയത്തിന് പകരാകാൻ പണത്തിന് കഴിയില്ലാന്ന് തോന്നുന്നു. ജോലി കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് മോനെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ എനിക്ക്. ഞാൻ ഇവിടുന്ന് പോവാനും റെഡിയാ. എന്റെ മോൻ എന്നെ ആവശ്യമുണ്ട്. തന്റെ കുഞ്ഞിന്ന് 3 ആഴ്ച മാറി നിൽക്കുന്നത് ഏതൊരു അമ്മയ്ക്കും വലിയൊരു കാലയളവ് തന്നെ. ഓട്ടം തന്റെ മകന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ 20 ദിവസം തന്റെ മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് വളരെ വലിയ കാലയളവാണെന്ന് റോബിക്ക് തോന്നി. എനിക്കിത് 100% ജയിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പായിരുന്നു. മകളോട് കൂടെയുള്ള സമയം ചെലവാക്കാതെ ഇവിടെ നിൽക്കാൻ എനിക്ക് വയ്യ. റെഡ് ലൈൻ $250K പോയി. വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ തന്നെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഓരോ നീക്കവും കൃത്യമായ പ്ലാൻ അനുസരിച്ചാണെന്ന്. റോബിയെ കുറിച്ചുള്ള മോശം സംസാരങ്ങളെല്ലാം ഉള്ളിലേക്ക് എടുത്ത് ഞാൻ ഒരു പുതിയ ആളായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ബാസ്കറ്റ്ബോൾ മോഷ്ടിച്ചതിന്റെ കുറ്റം മുഴുവൻ ഓട്ടം ഏറ്റുവാങ്ങിയതോടെ തന്നെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് സേവിന് തോന്നി തുടങ്ങി. അവർ അവളെ ക്രൂശിച്ചു. ഓട്ടം കള്ളം പറഞ്ഞതുകൊണ്ടാണ് അവർ അവളെ വെറുക്കുന്നത് എന്നല്ല ഇവിടെ വിഷയം. അവൾ സത്യം പറഞ്ഞിട്ടും ഞാൻ അവരെ കൊണ്ട് അവളെ വെറുപ്പിച്ചു എന്നതാണ് ഇതിലെ രസം. വില്ലൻ മ്യൂസിക് കിട്ടും. ആ സൂപ്പർ മാർക്കറ്റിലെ വില്ലനാവാനാണ് ജേവിയൻ ആഗ്രഹിച്ചതെന്ന് തോന്നിയിരുന്നു. അതെല്ലാവരും മരണം അവന് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ ശരിക്കും കരഞ്ഞുകൊണ്ടാണ് അവരോട് കള്ളം പറഞ്ഞത്. കരഞ്ഞുകൊണ്ട് കള്ളം പറയാൻ എനിക്ക് പറ്റില്ലെന്ന് നിങ്ങൾ വിചാരിച്ചു? നിന്നെ പേടിയാവുന്നു. എനിക്ക് സേ ഇഷ്ടമാണ്, പക്ഷേ വിശ്വാസം. ഞാനും അതാണ് ബോയ്സിനോട് പറഞ്ഞത്. അവനെ സൂക്ഷിക്കണം. സത്യത്തിൽ അവർക്ക് അവനെ ഇഷ്ടമല്ല. അത് മുതലെടുക്കാൻ ഡ്രീം ടീമിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഭക്ഷണ സാധനങ്ങൾ ഞങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അവരൊരു സൂപ്പർ മാർക്കറ്റിലായതുകൊണ്ടും അവിടെ ഇഷ്ടം പോലെ ഭക്ഷണ സാധനങ്ങൾ ഉള്ളതുകൊണ്ടും അവർ ഫോർട്ട് ഫ്രീസറുമായി ചേർന്ന എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമായ ഒരു സാധനം തന്നെ നോട്ടമിട്ടു. നമുക്ക് എല്ലാവരുടെയും ബർണറുകൾ എടുത്താലോ? നമ്മുടെ കയ്യിൽ ബർണർ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും മനസ്സിലാകും. സേയുടെ തലയിലിട്ടാലോ? അതാണ് ഏറ്റവും നല്ല വഴി. നമുക്കിത് സേയുടെ തലയിൽ കെട്ടിവെക്കണം. ഫാത്തിമ പുറത്താവുകയും അവസാന 10 പേർ മാത്രം ബാക്കിയാവുകയും ചെയ്തപ്പോൾ എല്ലാ ബർണറുകളും മോഷ്ടിക്കാൻ അവരൊരു തകർപ്പൻ പ്ലാൻ ഉണ്ടാക്കി. നാളെ നമ്മൾ എല്ലാവരെയും കൂട്ടി ഒരു സെറിമണി നടത്തും. ബർണറുകൾ മോഷ്ടിക്കുന്നതിനായി ശ്രദ്ധ തിരിക്കാൻ അവർ ടോപ്പ് 10 സെറിമണി നടത്താൻ തീരുമാനിച്ചു. ടോപ്പ് 10 സെറിമണിക്കായി നമ്മൾ എല്ലാവരെയും ഇങ്ങോട്ട് എത്തിക്കും. ലൈറ്റ് ഓഫ് ആകുമ്പോ ലൈറ്റ് ഓഫായി. സെയിൽസ് ഫ്ലോറിൽ നിന്നും എല്ലാവരും മാറിയതോടെ അവിടെയുള്ള എല്ലാവരും വന്നേ. കോളിനൊഴികെ ബാക്കി എല്ലാവരും ഒത്തുകൂടി. നീ റെഡിയാണോ? ഞാൻ ദാ വന്നു. ഓക്കെ. കോളിൻ ഡ്രസ് മാറ്റാൻ തോന്നുന്നു. എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുക. പൊക്കം കുറഞ്ഞോണ്ട് നിന്ന് സേ മുതൽ ഇങ്ങോട്ട്. താനില്ലെന്ന് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതിന് മുൻപ് ഷവറിൽ നിന്നും ഇറങ്ങി വന്ന 4 ബർണറുകളും മോഷ്ടിക്കാൻ കോളിന് സമയം കിട്ടി. ഓഫീസ് ടീം അവിടെ വെച്ചിരുന്ന ബർണർ അവൻ പെട്ടെന്നെടുത്തു. പക്ഷേ സമയം തീരുകയായിരുന്നു. എല്ലാവരും ആയോ?
ഇല്ല, കോളിൻ 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 എന്തായാലും വന്നോളൂ. വേഗം വാ, കോളിൻ. വരുന്നു. 2 ബർണറുകൾ എടുത്ത ശേഷം അവൻ ഹുവാന്റെ ബർണർ മോഷ്ടിക്കാൻ തുടങ്ങി. പക്ഷെ നിർഭാഗ്യവശാൽ അത് വെച്ചിരുന്ന സ്ഥലം മാത്രം അവർക്ക് അറിയില്ലായിരുന്നു. കോളിനെ കാണാനില്ലേ? കോളിൻ എവിടെ? കോളിനവിടെ കോളിൻ ബർണർ തിരഞ്ഞു നടക്കുമ്പോൾ അവന്റെ അലയൻസിലുള്ള മറ്റുള്ളവർ എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാൻ അവർക്ക് പറ്റുന്നത് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടാ പോകുന്നത്? വെറുതെ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതിയോ? എനിക്ക് വേറെന്താ കൂടെ പറയാനുണ്ടായിരുന്നു, പക്ഷെ അതെന്താണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഏറ്റവും മുകളിലെ ഷെൽഫിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന അവരുടെ ബർണർ മോഷ്ടിക്കാൻ അവൻ ബ്രെഡ് അയലിലേക്ക് ഓടി. എല്ലാ ബർണറുകളും സുരക്ഷിതമായി ഒളിപ്പിച്ചതിന് ശേഷം ഗ്രൂപ്പിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു അവസാനത്തെ കടമ്പ. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? നമ്മൾ വെറുതെ ഇരിക്കുന്നു. കോളിനെ കാണാനില്ല. കോളിൻ എവിടെ? നീ റെഡിയല്ലേ? റെഡി. കോളിൻ തിരികെ എത്തിയതോടെ കാണാതായ ബർണറുകളുടെ ഉത്തരവാദിത്വം ഒരാളുടെ മേൽ കെട്ടിവെക്കണമായിരുന്നു. സേവ് വന്നോ? അതിനായി അവരെല്ലാവരെയും വാക്ക് ഇൻ ഫ്രീസറിലേക്ക് വിളിച്ചു വരുത്തി ഓരോരുത്തരെയായി ഇന്റർവ്യൂ ചെയ്തു. നിനക്ക് ഇവിടെ അവസാനം വരെ നിൽക്കാനുള്ള കരുത്തുണ്ടോ? സേവിയന്റെ ഇന്റർവ്യൂ ആദ്യം നടക്കുക എന്നത് പ്രധാനമായിരുന്നു. താങ്ക് യു. അങ്ങനെയായാൽ അവൻ ആദ്യം തന്നെ സൂപ്പർ മാർക്കറ്റിൽ തിരിച്ചെത്താനും എല്ലാ ബർണറുകളും മോഷ്ടിക്കാനുള്ള സമയം ലഭിക്കുമായിരുന്നു. ഹുവാന്റെ ഒഴികെ എല്ലാം. ഹുവാന്റെ കിട്ടിയില്ല. കാര്യമായിട്ടാണോ? നിനക്കത് കിട്ടിയില്ലേ? ഞാൻ എല്ലായിടും നോക്കിയതാ. എല്ലാം നല്ല രീതിയിൽ നടന്നു വരികയായിരുന്നു. 4 കിട്ടിയിട്ടുണ്ടാവെന്ന് വിചാരിച്ച എല്ലാം കൊളായി. ഇതിനായി പുതിയൊരു പ്ലാൻ ഉണ്ടാക്കണം. സെറിമണി കഴിഞ്ഞതിന് പിന്നാലെ തങ്ങളുടെ ബർണർ കാണാനില്ലെന്ന് എൽഡിൻ ശ്രദ്ധിച്ചു. നമ്മുടെ ബേണർ അവിടെ പോയി. നിങ്ങൾ മാറ്റി വെച്ചില്ല. ഗണ്ണർ എടുത്താണോ? മിക്കവാറും ആയിരിക്കും. ഞങ്ങളുടെ ബർണർ ഇവിടെ തന്നെ ഉണ്ട്. ഹുവാൻ, നിന്റെ ബർണർ നിന്റെ കയ്യിലുണ്ടോ? ഉണ്ട്. ഇവിടെ ഉറപ്പാണോ? അതെ. ഞങ്ങളുടെ ആരോ എടുത്തു. അത് കാണാനില്ല. എന്റെ ദൈവമേ. എന്റെ ദൈവമേ. പ്ലാൻ ചെയ്തതുപോലെ എല്ലാവരുടെയും ശ്രദ്ധ നീ സേവിയനിലേക്ക് എന്താ തിരിഞ്ഞു. എടുത്തത്? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ ഒരു സാധനം കാണാനില്ല. അതിനെന്താണ് കാണാൻ? ബർണറുകൾ. അയ്യോ ഇല്ല, സത്യത്തിൽ എനിക്ക് അറിയില്ല. ദൈവത്താണ് സത്യം, ഞാൻ ഇത്രയും നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഹുവാന്റെ ഒഴികെ ബാക്കി ആരുടെയും ബേണർ കാണാനില്ല. ഞാൻ ആരുടെയും ബർണർ എടുത്തിട്ടില്ല. ബ്രൈസിന്റെയും കോളിന്റെയും പ്ലാൻ വിജയിച്ചതുപോലെ തോന്നി. ഞാൻ പറഞ്ഞില്ല ബ്രോ. പ്ലാൻ പെർഫെക്റ്റ് ആയിരുന്നു. കാരണം ആ പ്ലാനിൽ ഇല്ലാത്തവരെല്ലാം തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അതെവിടെയാണെന്ന് അവനറിയാം. പേടിയാവുന്നു. അവൻ എത്ര നന്നായിട്ടാ നുണ പറയുന്നത്. അവനാണെന്ന് തോന്നുന്നുണ്ടോ? അവനാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത്രയും ദൂരം പിന്നിടാനും ടോപ്പ് 10-ലെത്താൻ നല്ല കഷ്ടപ്പാടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓ, താൻ പോകാൻ റെഡിയാണ്. അതെ. താൻ പോയാൽ ഇന്നോവേറ്റേഴ്സ് ടീമിൽ ആരും ബാക്കിയുണ്ടാവില്ല. വേറെ ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടോ? $250K കൊണ്ട് ഞാൻ പുറത്തു വരും. എന്തായാലും ഫ്രീസി ബോയ്സ് ഫോർ ലൈഫാണ്. ഫ്രീസി ബോയ്സിന് ഒരു വലിയ ഷൗട്ട് ഔട്ട്. എന്നാൽ ഡ്രൈവ് വാങ്ങി പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആവുന്നതാണ് നല്ലത്. അതെ, ഞാനും ഇറങ്ങാൻ റെഡിയാണ്. ശരിക്കും ഒരു മിനിറ്റ്, നിനക്കും പോകണമെന്നുണ്ടോ? ക്രിസ്, പോവല്ലേ? ഞാൻ റെഡിയാണ്. ബോയ്സ്, ബാക്കി കാര്യങ്ങൾ പുറത്തു വെച്ച് ഇനി മുതൽ ഇവിടുന്ന് പോകുന്നവർക്കെല്ലാം ലോക്കൽ ബിസിനസ്സുകളിൽ നിന്നുള്ള ഈ പ്രോഡക്ട്സ് ലഭിക്കുമെന്ന് ഓർക്കുക. സ്ക്വയറിന് നന്ദി. നിങ്ങളിൽ ഓരോരുത്തർക്കും $5000 പണമായി ലഭിക്കും. ഓ ഓ, രണ്ടുപേരും പുറത്തായി. എന്റെ ദൈവമേ, തന്റെ ഫാമിലി അതോ തൊട്ടപ്പുറത്തുണ്ട്. പോയി അവരെ കാണാൻ നിനക്ക് താല്പര്യമുണ്ടോ? അവരെ വീണ്ടും കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷം. ആ, അത് ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട്. വന്നതിൽ ഒരുപാട് നന്ദി. ടേക്ക് കെയർ. Thank you. ടേക്ക് Thank you കെയർ. so much. ഇനി പുറത്തു പോയി അടിച്ച് പൊളിച്ചോളൂ. ഓക്കെ, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. നീ ശരിക്കും അത് എടുത്തിരുന്നു? ഇല്ല, ഞാൻ ആ ബർണർ അപ്പൊ എടുത്തിട്ടില്ല. പിന്നെ ആരാ അത് എടുത്തത്? കോളിനായിരുന്നു സെറിമണിക്ക് വേണ്ടി അവസാനമായി പോയത്. ആരോ ഇത് പ്ലാൻ ചെയ്തതാണെന്നാണോ Yes. നിങ്ങൾ അതെ, പറഞ്ഞത്? എനിക്കിത് തോന്നാഞ്ഞതിൽ വിഷമമുണ്ട്. ഓ, ശരിക്കും? അതെ, അത് ശരിക്കും ഒരു സ്മാർട്ട് പ്ലാൻ ആയിരുന്നു. ഹുവാന്റെ കയ്യിൽ ഒരു ബർണർ ബാക്കിയായതോടെയും ബ്രൈസിന്റെയും കോളിന്റെയും പ്ലാൻ പാതി വഴിയിലായതോടെയും എല്ലാം കൊള്ളമായല്ലോ. ഇതിനായി പുതിയൊരു പ്ലാൻ ഉണ്ടാക്കണം. ആ ബർണർ ഉപയോഗിച്ച് അയാളുടെ ക്ഷമ പരീക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. നാളെ ആരും ഭക്ഷണം ഉണ്ടാക്കണ്ട. എല്ലാരോടും പറയ, ഇനി ഇതിവിടെ നടക്കില്ല. ശരി, ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. ഒരു ട്രോളി എടുത്തു വെക്ക്. ഇന്ന് രാത്രി എല്ലാ ഭക്ഷണവും ഇവിടുന്ന് പുറത്തേക്ക് പോയിരിക്കും. അതിലൊരു ചോദ്യമില്ല. ഇതൊരു അവസാന മുന്നറിയിപ്പാണ്. അവർക്ക് വേണ്ടിയുള്ള സീക്രട്ട് സ്റ്റാഷ് മാറ്റിവെച്ചതിന് ശേഷം ജീവിതത്തിൽ ഇനി ഒരു മത്തി കാണാൻ എനിക്ക് താല്പര്യമില്ല. അവർ പരമാവധി ഭക്ഷണ സാധനങ്ങൾ പുറത്തെത്തിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ഹുവാൻ കടുത്ത ദേഷ്യത്തിലായിരുന്നു. നിങ്ങൾ ഭക്ഷണം എല്ലാം എടുത്തു. ഈ ഭക്ഷണം എല്ലാവർക്കും ഉള്ളതല്ലേ, അല്ലേ? ഇനി ചൂടുള്ള ഭക്ഷണം കിട്ടില്ല എന്നിനി ആരെങ്കിലും പറയൂ? നാളെ ആരും ഭക്ഷണം ഉണ്ടാക്കണ്ട. എല്ലാരോടും പറയാം, ഇത് എന്റെ തെറ്റല്ല. ആ ബർണറുകൾ അവരെടുത്തോണ്ട് പോയത് എന്റെ തെറ്റല്ല. അതെന്റെ തെറ്റേ അല്ല. നിങ്ങളത് തരാൻ മടിക്കുന്നത് പോലെ ഞങ്ങൾക്കും ഈ ഭക്ഷണം എല്ലാം പുറത്തെടുത്തു കൊണ്ടുപോയി ഡൊണേറ്റ് ചെയ്യാം. ശരി, അത്രേ ഉള്ളൂ. സംസാരിച്ചാലും സന്തോഷം. എന്നാൽ ഗണ്ണർ ഒരു പടി കൂടി കടന്ന് ഹുവാന്റെ എല്ലാ പാത്രങ്ങളും എടുക്കാൻ തീരുമാനിച്ചു. ഗുഡ് ബൈ പാത്രങ്ങളെ. നീ എന്താണ് കാണിക്കുന്നത്? ഇനി പാത്രങ്ങൾ വേണ്ട. അത് കളയരുത്. ഇനി അത് പുറത്ത് പോകുന്നത് താനായിരിക്കും. പ്ലീസ് കളയരുത് ഫ്രണ്ട്. ഞാൻ നിന്റെ ബേണർ യൂസ് ചെയ്തോട്ടെന്നാ ചോദിച്ചേ. ഞങ്ങള് ചോദിച്ചാതാ. എനിക്കത് വിഷയമേ അല്ല. ആയിക്കോട്ടെ, അല്ല, തന്റെ ഞാൻ പറഞ്ഞു. പാത്രങ്ങൾ പോയി. നിനക്ക് വലിയ മനസ്സിലായോ? കാര്യമായി പോയി. ഞാൻ വേണ്ട എന്ന് പറഞ്ഞത് നിനക്ക് എനിക്കൊരു മനസ്സിലായോ? ചുക്കുമില്ല. ബിസ്ക്കറ്റ് തിന്നും ഓക്കേ, ജീവിക്കാം. ബീഫ് ആയിക്കോട്ടെ. ടർക്കി തിന്നാം. നീ എന്നെ ബഹുമാനിച്ച ഞാൻ നിന്നെയും ബഹുമാനിക്കും. എനിക്ക് നിന്നെ ഒട്ടും ബഹുമാനമില്ല. ഓക്കേ. ഭക്ഷണ സാധനങ്ങൾ തീർന്നതോടെ അവർ ആ സൂപ്പർ മാർക്കറ്റ് അടിച്ചു പൊളിക്കാൻ തുടങ്ങി.
ഇതിനുശേഷം ഹുവാൻ ബാക്കി സമയം മുഴുവൻ മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുകയായിരുന്നു. കുറച്ചു കാലം കൂടെ ജീവിച്ചാൽ നീ ഒരു വില്ലനാവും. ആ സൂപ്പർ മാർക്കറ്റിലെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയ അവസ്ഥയിലായിരുന്നു. അന്നെ എനിക്ക് അവളുടെ കുക്കർ തരാനിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എന്തിനിങ്ങനെയൊക്കെ ചെയ്യണം? ഞാനത് തകർക്കുന്നതിനോ മോഷ്ടിക്കുന്നതിനോ മാറ്റി വെക്കുന്നതിനോ പോയിട്ടില്ല. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ വില്ലന്മാരാണ്. ഇതവന്റെ ക്ഷമയുടെ പരിധിയായിരുന്നു. എന്തൊക്കെയുണ്ട്? എന്താണ് എണീക്കുന്നില്ലേ? ലോകം മനോഹരമാണ്. നിങ്ങളുടെ ആ പഴയ ശൗര്യമൊക്കെ എവിടെ പോയി? അതൊന്ന് കാണട്ടെ. അതാണ് എനിക്കിഷ്ടം. നിങ്ങളുടെ ആ സ്വഭാവമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഏകദേശം 24 മണിക്കൂറോളം ഇത് തുടർന്നപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ഡ്രീം ടീം തീരുമാനിച്ചു. ഒന്നിങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എനിക്ക് സംസാരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. നമുക്കൊരു സോറി പറഞ്ഞു തുടങ്ങാം. വെറുതെ പരസ്പരം കഷ്ടപ്പെടുത്തണ്ടല്ലോ. നമുക്ക് ഒന്നിച്ച് കറങ്ങാം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതെ, അതായിരുന്നു എനിക്ക് വേണ്ടത്. എനിക്കിരുന്ന് ചില്ല് ചെയ്യണം. അപ്പോൾ നമുക്കിതൊരു ഒത്തുതീർപ്പിൽ എത്തിച്ചാലോ? വേണ്ട, താല്പര്യമില്ല. എന്റെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുക. നീ അവിടെ വെറുതെ കിടക്കുകയാണ്. ഞാനും കിടന്നു. അവന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല, ഞാൻ പറയുന്നത് കേക്ക്. കാരണം അവനാണ് എല്ലാം ആദ്യം ചെയ്തേ. ഇത് നിങ്ങളുടെ സ്ട്രാറ്റജികളല്ലേ? അവനാണ് കുറച്ചുകൂടെ നന്നായി ചെയ്യുന്നത്. കാര്യങ്ങൾ ചൂടുപിടിക്കുകയാണ്. ഇതിനെ കൂടുതൽ ചൂടാക്കാൻ പോകുന്ന ഓപ്ഷൻ ഞാൻ അവർക്ക് നൽകാൻ പോവുകയാണ്. അത് അവരുടെ തീരുമാനമാണ്. അവരെന്ത് തീരുമാനിക്കും നമുക്ക് നോക്കാം. ഈ വീഡിയോ ബുദ്ധിമുട്ടുള്ളതാക്കണമെന്നുണ്ടെങ്കിൽ കൈ ഉയർത്തുക. നന്നായി ആലോചിച്ചിട്ട് മതി. 1 2 വേണ്ട, താല്പര്യമില്ല. 3 4 5. Alright, പോയി ബോർഡുകൾ കൊണ്ടുപോവാ. ഈ ചാലഞ്ചിലുടനീളം ഗ്ലാസിനപ്പുറം തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണുന്നത് വലിയൊരു ആശ്വാസമായിരുന്നു. അതുകൊണ്ട് 30-ാം ദിവസത്തിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ ഇപ്പോഴേ പോയി അവരോട് ബായ് പറഞ്ഞോളൂ. അതൊക്കെ ഒട്ടിച്ചു വെക്കേ. ഈ മത്സരം കടുപ്പിക്കാൻ അവർ തന്നെയാണ് വോട്ട് ചെയ്തത്. ഇത് അതിന്റെ ഫലമാണ്. എനിക്കിപ്പോ വിഷമം തോന്നുന്നു. എന്റെ എൽഡിന്റെ ഫാമിലി എല്ലാ ദിവസവും വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമായി തോന്നിയില്ല. ഇത് അടുത്ത് തന്നെ തീരും. ചിലർക്ക് മറ്റുള്ളവരെക്കാൾ നേരത്തെ തീരും. ഞാനിവിടെ ഇറങ്ങാൻ പോവാണ്. പക്ഷെ ഞാൻ അവരുടെ സ്ലീപ്പിംഗ് ബാഗുകൾ കൂടെ കൊണ്ടുപോകും. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. നീ ഓക്കെ ആണ് ബ്രോ? എന്റെ എല്ലാ സ്വഭാവവും ഞാനിവിടെ പുറത്തെടുത്തെന്ന് തോന്നുന്നു. ദി ഗുഡ്, ദി ബാഡ്, ദി അഗ്ലി. ഇവിടെ നിന്നാൽ ഇനിയും എന്റെ മോശം വശങ്ങൾ വരുന്നത് കാണാൻ വയ്യ. ഇത് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. തീരെ താല്പര്യമില്ല. സേവിയൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. പക്ഷെ അവൻ സമാധാനപരമായി പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പ്രതികാരം ചെയ്യണമെന്നുണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സുഖമായി ഉറങ്ങരുതെന്ന് എനിക്ക് നിർബന്ധവുമുണ്ട്. ഇതിനേക്കാൾ നല്ലൊരു മടക്കം ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അവൻ ഡ്രീം ടീമിലെ ബേസിലേക്ക് ഒളിച്ചു കയറി അവരുടെ സ്ലീപ്പിംഗ് ബാഗുകളെല്ലാം മോഷ്ടിച്ചു. ഗുഡ് ബൈ. ഗുഡ് ബൈ. നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. സ്ലീപ്പിംഗ് ബാഗുകൾ പോയാൽ എനിക്കൊന്നുമില്ല. അവൻ പുറത്തായല്ലോ, ഞാൻ അവനെ തോൽപ്പിച്ചല്ലോ. അത് മതി. സത്യം, ഞാൻ സമാധാനം. ജയിച്ചു എന്ന് മാത്രം ഓർത്താൽ മതി. എന്നാൽ സേവിയൻ മാത്രമല്ല ഇന്ന് രാത്രി പുറത്തു പോകുന്നത്. ഇവിടെ 1 മാസത്തിൽ കൂടുതലായി. എനിക്ക് എന്തായാലും തിരിച്ചു പോകണം. ജി ഫ്രാങ്ക് ഔട്ട് ആവാണ്. ലവ് യു ബ്രോ. നല്ല കുറച്ച് ഓർമ്മകൾ ഉണ്ടാവൂ. അടിച്ചു പൊളിക്കൂ. ഇപ്പൊ ഞാൻ പോട്ടെ. അങ്ങനെ അവസാനം ഡ്രീം ടീമിന്റെ പ്ലാൻ വിജയിച്ചു. അവർ ബേണറുകൾ തിരിച്ചു കൊടുത്തു. എല്ലാം കിട്ടി. അവർക്ക് അവരുടെ സ്ലീപ്പിംഗ് ബാഗുകൾ തിരികെ എത്തിക്കാൻ കഴിഞ്ഞു. ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാ. നീ പോയാലും നീ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. വീണ്ടും സമാധാനമായി എന്ന് തോന്നി. എന്നാൽ വൈകാതെ യഥാർത്ഥ പരീക്ഷണം തുടങ്ങുമായിരുന്നു. ശരിക്കും ബോറടിക്കുന്നുണ്ട് യൂട്ട്. താങ്ങാൻ പറ്റാത്ത ബോറടി. ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ താ. അയ്യോ. ബോറടിക്കാതിരിക്കാൻ മത്സരാർത്ഥികൾ കുറെ നേരം ഉറങ്ങുന്നത് പോലെ പല വഴികളും നോക്കുന്നുണ്ടായിരുന്നു. 4-ന് എഴുന്നേറ്റതാണ്. ഇവിടെ ഉറക്കല്ലാതെ വേറൊരു പണിയില്ല. ഉറങ്ങി പെയിന്റ് ചെയ്യുന്ന നേരം കൊണ്ട് അപ്പുറത്തെ വശത്ത് നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് 5 മിനിറ്റ് സമയമുണ്ട്. എൻജോയ്. ഫിഷ് ഞാൻ എടുക്കാം. നിങ്ങൾ ആ പെയിന്റർമാരെ പണി ശരി, ശരി, okay. അവിടെയല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലൈൻ ഇടാം. ഞാൻ ഈ റെഡ് ലൈൻ പെയിന്റ് ചെയ്യുന്ന നേരം കൊണ്ട് അപ്പുറത്തെ വശത്ത് നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് 5 മിനിറ്റ് സമയമുണ്ട്. എൻജോയ്. ഫിഷ് ഞാൻ എടുക്കാം. നിങ്ങൾ ആ പെയിന്റർമാരെ പണി തുടങ്ങിക്കോ. വേഗം ആവട്ടെ. ട്രോളി എടുക്കും. നമുക്ക് ട്രോളി ഒന്നും വേണ്ട. ഇതാ വന്നു. വേണ്ട സാധനങ്ങൾ എടുക്ക്. അതെ, നല്ല ഐഡിയ. കിട്ടുന്ന സമയത്ത് എടുത്തോ. എല്ലാവർക്കും ഇരിക്കാനൊരു ചെയർ എടുക്കും. എല്ലാവർക്കും 60 സെക്കൻഡ്സ് ബോയ്സ്. അതാ അവൻ ചീസ് വാരി കൂട്ടുകയാണ്. അവിടെ ഉള്ളതൊന്നും നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. 3 2 1. അപ്പുറത്തെ സൈഡിലേക്ക് ഇനി ആരും പോകാൻ പാടില്ല. ശരി, അപ്പോ പെയിന്റർമാരെ ഇനി അവരുടെ ജോലി ചെയ്യട്ടെ. അതെ, ചെയ്യട്ടെ. ബൈ ജിമ്മി. അവരുടെ സ്ഥലം പകുതിയായി കുറഞ്ഞത് മാത്രമല്ല, സൺലൈറ്റ്, ഷവർ, ബാത്റൂം സൗകര്യങ്ങളും അവർക്ക് നഷ്ടമായി. എന്റെ ദൈവമേ.
ഇവിടെ കോക്ക് സീറോ ഉണ്ട്, ഇനി നമുക്ക് കോക്ക് സീറോ വെച്ച് പാത്രങ്ങൾ കഴുകാം. ഒരു സിങ്ക് പോലും ഇല്ലാതെ നമ്മളെങ്ങനെ പല്ല് തേക്കും? നമുക്ക് വെള്ളമുണ്ട്, ടൂത്ത് ബ്രഷുകളുണ്ട്, ദസാനി വാട്ടർ ഉണ്ട്. നീ ഇതുപോലെ ചെയ്താൽ മതി. സ്ട്രെസ്ഫുൾ ആവാൻ പോവാ. അതൊക്കെ പോയി കഴിഞ്ഞു. എന്റെ ദൈവമേ, ജിമ്മി ഇവിടെ. കോളിൻ എവിടെയാണെന്ന് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? കഴിഞ്ഞ രാത്രി ഞാൻ ആ വര വരച്ച് 12 മണിക്കൂർ തികയുന്നതിന് മുൻപേ കോളിന് ഒരു അബദ്ധം പറ്റി. അയ്യോ, ജിമ്മി വന്നിട്ടുണ്ട്. നോക്ക് നോക്ക്. മിസ്റ്റർ കോളിൻ, നിന്റെ കൈ ഇന്നലെ ആ റെഡ് ലൈനിൽ തട്ടിയത് നിനക്ക് ഓർമ്മയുണ്ടോ? അതിൽ തൊട്ടാ പുറത്താവുന്ന ഞാൻ പറഞ്ഞിരുന്നല്ലേ? ഉണ്ട്. പിന്നെ നീ എന്തിനാ അങ്ങനെ ചെയ്തത്? അത് ആ ഒരു ആവേശത്തില് അറിയാതെ പറ്റിപ്പോയതാ. ആ ലൈൻ വരച്ചിട്ട് അധികം നേരമായിരുന്നില്ല. അതെ. ഓ, നീ പുറത്തിറങ്ങണം മാൻ, നീ എലിമിനേറ്റ് ആയി. ഓക്കെ, ശരി. കോളിൻ നല്ല രസമായിരുന്നു ബ്രോ. നന്നായി കളിച്ചു. സാരമില്ല ബ്രദർ. ശരി, ടേക്ക് കെയർ ബോയ്സ്. ബൈ ബൈ. അവസാനം എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ആ റെഡ് ലൈനിനെ തുടരുത് എന്നൊരു ഒറ്റ ലക്ഷ്യത്തോടെ 50 ദിവസം ഒരു സൂപ്പർ മാർക്കറ്റിൽ കഴിഞ്ഞത്. ഇനി 4 പേര് ബാക്കി. നമ്മൾ ഇവിടുന്ന് പുറത്ത് കിടക്കാറായി. മറ്റൊന്നിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയായിരുന്നില്ല. $1 മില്യൺ തീരുമാനം. $1 മില്യൺ ഡീൽ. നമ്മൾ തന്നെ ജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 67 ദിവസം അവർക്കായി ഞാൻ കരുതി വെച്ചിരുന്നത് വെളിപ്പെടുത്താനുള്ള സമയമായി. ബോയ്സ്, ജിമ്മി, എന്താണ് സംഭവം? ഈ വീഡിയോയിൽ നിങ്ങൾ $2,50,000 വേണ്ടിയാണ് മത്സരിച്ചു കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് $2,50,000 പകരം $1 മില്യൺ വേണ്ടി മത്സരിക്കാൻ താല്പര്യമുണ്ടോ? ബോയ്സ്, അകത്തേക്ക് കൊണ്ടുവരൂ. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒന്ന് കുറെ പൈസ ഫാസ്റ്റ്. ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ $1 മില്യൺ ഉണ്ട്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അവസാനം ഇറങ്ങുന്ന ആളെന്ന മത്സരത്തിന് പകരം ഈ സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങളെല്ലാം വീണ്ടും സ്റ്റോക്ക് ചെയ്യാനും മുഴുവൻ കഴിച്ചു തീർക്കാനും നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് $1 മില്യൺ ആണ്. ജാക്സന് തടി കൂടാൻ താല്പര്യമില്ല, റെയ്ഹാനും തടി കൂടാൻ ഓ, അത് താല്പര്യമില്ല. സൂചിപ്പിച്ചത് നന്നായി. ഇതിന്റെ ഭാഗമായി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ഒരു ജിമ്മും നിങ്ങൾക്ക് മാത്രമായ ഒരു ന്യൂട്രീഷനിസ്റ്റിനെയും പേഴ്സണൽ ട്രെയിനറെയും ഏർപ്പാടാക്കും. എന്റെ ദൈവമേ. നിങ്ങൾക്ക് ഉറങ്ങാൻ ബെഡുകളും കുളിക്കാൻ ഷവറുകളും നിർമ്മിച്ച് നൽകുമെന്നും ഈ താമസം കൂടുതൽ സുഖകരമാക്കാമെന്നും പറഞ്ഞാലോ? നിങ്ങളെ ഇതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്ന എന്താണ്? ഭാര്യയും 2 കുട്ടികളും. ഓക്കെ, അതൊരു വലിയ കാര്യമാണ്. വലിയ തീരുമാനമാണ്. ഇത്രയധികം പണം നമ്മുടെ സ്വന്തമാക്കാൻ കിട്ടുന്ന ഈ ഒരു ചാൻസ് ലൈഫിൽ ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ഇതത്ര എളുപ്പമില്ലെന്ന് എനിക്കറിയായിരുന്നു. എനിക്ക് 6 മാസം എടുത്തു. നിങ്ങൾക്ക് നിൽക്കാൻ 1 വർഷമോ 2 വർഷമോ നിൽക്കാം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാ ഇങ്ങനെ തിന്നുകൊണ്ടേ അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഒരു ട്രെയിനറും ജിമ്മും ഒക്കെ ഉണ്ടാവും. ഞാൻ റീസ്റ്റോക്ക് ചെയ്യുകയും പ്രൈസ് മണി 4 ഇരട്ടിയാക്കി മാറ്റുകയും നിങ്ങളെ ഞാൻ ഒരേ ടീമിലെ അംഗങ്ങളായും മാറ്റുകയും ചെയ്യട്ടെ. ജാക്സൺ, യെസ് ഓർ നോ? സാധനങ്ങൾ നിറക്കേ. സാധനങ്ങൾ നിറയ്ക്കേ. 1. ഇവിടെ തന്നെ നിൽക്കാം. നിറയ്ക്കട്ടെ. സ്റ്റോക്ക് ചെയ്യൂ ബ്രോ. എന്റെ ദൈവമേ. ഓക്കേ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പ്രൈസ് പൂൾ ഇപ്പോൾ $1 മില്യൺ ആണ്. സാധനങ്ങൾ നിറയ്ക്കൂ.